ഇടുക്കി മൂന്നാർ ദേവികുളത്തും ചിന്നക്കനാൽ സിംഗുകണ്ടത്തും വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ദേവികുളത്ത് പടയപ്പ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ചിന്നക്കനാൽ സിംഗുകണ്ടത്ത് ചക്കക്കൊമ്പൻ പള്ളിയുടെ സുരക്ഷാ വേലി നശിപ്പിച്ചു. ബിനീഷ് ആന്റണിയാണ് ഇടുക്കിയിൽ നിന്ന് ചേരുന്നത്. ബിനീഷ്, ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നു. ഓരോ പകലും എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്ന ആദ്യ വാർത്ത ഈ കാട്ടാനകളുടെ ശല്യമാണ്. ഇന്നലെ രാത്രി എത്രമാത്രം ശല്യമായിരുന്നു ഈ കാട്ടാനകൾ ഉണ്ടാക്കിയത്? ഇന്നലെ രാത്രിയായിരുന്നു പടയപ്പ 9:30 ദേവികുളം ഫാക്ടറി ഡിവിഷനിൽ എത്തിയത്. ഇവിടെ ഉണ്ടായിരുന്ന ഈ ഫാക്ടറി ഡിവിഷൻ സമീപത്തുണ്ടായിരുന്ന ലൈറ്റുകളിലെത്തി ഇവിടെയുള്ള വാഴ കൃഷികളെല്ലാം തന്നെ നശിപ്പിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ചിന്നക്കനാൽ സിംഗുകണ്ടത്തും ചക്കക്കൊമ്പൻ പുലർച്ചെ 2:30 മണിയോടെ ഇറങ്ങി ഇവിടെയുള്ള ദേവാലയത്തിന്റെ വേലിത്തൂണുകൾ നശിപ്പിക്കുകയും ഇവിടുത്തെ ഒരു പേര കൃഷിയെല്ലാം നശിപ്പിച്ച ശേഷമാണ് ഇവിടെ നിന്ന് പിൻവാങ്ങിയത്. കഴിഞ്ഞ 2 ദിവസമായി തന്നെ ഈ 2 കൊമ്പന്മാരും ജനവാസ മേഖലയിൽ നിന്ന് മാറുന്നില്ലെന്ന് വേണം തന്നെ നമുക്ക് പറയാൻ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പടയപ്പ ദേവികുളം വെസ്റ്റ് ഡിവിഷനിലെത്തിയിരുന്നു. ഇവിടെയും വാഴക്കൃഷി നശിപ്പിച്ചു. പിന്നീട് ഈ RRT സംഘം സ്ഥലത്തെത്തി തീർത്തുന്നുണ്ടെങ്കിലും ഈ ജനവാസ മേഖലയിൽ നിന്ന് പിന്മാറാത്ത ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ ചക്കക്കൊമ്പൻ ഇപ്പോൾ ഈ അരിക്കൊമ്പന്റെ ഒരു പാത പിന്തുടരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയതോടെ ഇവിടെയുള്ള ആളുകളും വളരെയേറെ ആശങ്കയിലാണ്. കാരണം ഈ ചക്കക്കൊമ്പൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ വ്യാപക നാശം തന്നെയാണ്. പന്നിയാർ റേഷൻ കട, അതോടൊപ്പം തന്നെ 301 കോണിലെ വീട് തകർത്തും അരിയെല്ലാം ഭക്ഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇന്നലെ സിംഗുകണ്ടത്തെ മനോജ് എന്ന വ്യക്തിയുടെ വീട് തകർക്കാൻ ആക്രമിച്ചു. ഈ തലനാരയ്ക്ക് ഇവർ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. പിൻവശത്തെ വാതിൽ തുറന്നതോടെ ഈ ചക്കക്കൊമ്പൻ ഇവിടുന്ന് പിൻവാങ്ങുകയായിരുന്നു. ഏതായാലും വീടിന് നേരിയ തോതിലുള്ള നാശനഷ്ടം വരുത്തിയിട്ടുണ്ട്. വീടിനകത്ത് സീലിംഗുകളെല്ലാം നശിച്ച ഒരവസ്ഥയിലായിരുന്നു ഇന്നലെ തന്നെയും. അത് ഇങ്ങനെയും ആളുകൾ വളരെയേറെ ആശങ്ക തന്നെ പങ്കുവെക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഈ വനംവകുപ്പ് ഈ ചക്കക്കൊമ്പനെ അടക്കമുള്ള ആനകളെ തുരത്താൻ തയ്യാറാകുന്നില്ലെന്ന ഒരു വലിയ ഗുരുതര ആരോപണം തന്നെയാണ് ആളുകൾ ഉന്നയിക്കുന്നത്. കാരണം പല മേഖലകളിലും ജനവാസ മേഖലകളിലടക്കം പകലും രാത്രിയും വ്യത്യാസമല്ല ഈ ആനകൾ ഇറങ്ങുന്നതോടെ ആളുകൾ ജോലിക്ക് പോകാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ വലിയ ഒരു പ്രക്ഷോഭം തന്നെ ഉടലെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തൊരു ഇത് തന്നെയാണ്. പുലിയും കടുവയും അടക്കം മറുഭാഗത്ത് പശുക്കളെ ആക്രമിക്കുന്നു. അതോടൊപ്പം തന്നെ പെരുമ്പാമ്പ് മേഖലകളിൽ ഇറങ്ങുന്നു. കൂടാതെ കാട്ടാന കൂട്ടം ഇറങ്ങുന്നു. ഈ ഒരു സാഹചര്യം എല്ലാം തന്നെ നിലനിൽക്കുമ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നില്ലെന്നൊരു വലിയൊരു ആരോപണം തന്നെയാണ് ആളുകൾ ഉന്നയിക്കുന്നത്. 301 കോളനിയിലടക്കം ചക്കക്കൊമ്പന്റെ ആക്രമണം പതിവായിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ ഒന്നും നടക്കാത്തൊരു ഫെൻസിംഗ് പോലും സ്ഥാപിക്കാത്തൊരു സ്ഥിതിവിശേഷം ഉള്ളപ്പോൾ തന്നെ ആളുകൾ ഈ ഭയാശങ്കയോടെയാണ് രാത്രി അടക്കം ഈ തള്ളി നീക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം ഈ അരിക്കൊമ്പൻ എന്ത് ചെയ്തിരുന്നു മുൻപ് അതേ ഇത് തന്നെയാണ് ഇപ്പോൾ ഈ ചക്കക്കൊമ്പന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വീട് ആക്രമിക്കുന്നു, അതോടൊപ്പം തന്നെ റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ ചക്കക്കൊമ്പന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ പടയപ്പന്മാരുടെ ഭാഗത്ത് ജനവാസ മേഖലയിൽ പിന്മാറാതെ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണുള്ളത്. പടയപ്പ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 6ഓളം വാഹനങ്ങൾ ആക്രമിച്ചിരുന്നു. മതപ്പാടായിരുന്നു എന്നാണ് വനംവകുപ്പിന്റെ ഒരു വിശദീകരണം വന്നിരുന്നത്. ഏതായാലും ഇപ്പോൾ വനംവകുപ്പ് പറയുന്നു പടയപ്പ ശാന്തരാണ്, മതപ്പാട് മാറി എന്നുള്ളൊരു സൂചനയെല്ലാം നൽകുന്നുണ്ട്. എന്നാലും തന്നെ ആളുകൾ വളരെ ഒരു ആശങ്കയിൽ തന്നെയാണ് ഈ 2 ആനകളെയും കാണുന്നത്. ഏതായാലും ഉൾവനത്തിലേക്ക് തുരത്താനുള്ള നടപടി, അല്ലെങ്കിൽ ഉൾവനത്തിലേക്ക് തുരത്തി ഇവർക്ക് ഉൾവനത്തിലേക്കുള്ള ആഹാരം അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട വെള്ളവും കാര്യങ്ങളും എത്തിക്കാനുള്ള ഒരു നടപടി വനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ജനവാസ മേഖലയിലേക്ക് ഈ മൃഗങ്ങൾ ഇറങ്ങുന്നത് തടയാനുള്ള നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് ആളുകൾ ആവർത്തിച്ച് പറയുന്നത്. രുചി ശരി ബിനീഷ്, ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം അതിരൂക്ഷം.